السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദിനേന ധാരാളം തവണ ചൊല്ലാൻ, പാരായണം ചെയ്യാൻ നാം പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഏറെ ശ്രേഷ്ഠകരമായ 3 സൂറത്തുകളാണ് മുസ്ഹഫിലെ അവസാനത്തെ 3 സൂറത്തുകൾ. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. പ്രിയമുള്ളവരെ, വളരെ ചെറിയ പ്രായത്തിൽ ഓരോ മുസ്ലിമും ചൊല്ലിപ്പഠിക്കുന്ന, ഓതിപ്പഠിക്കുന്ന ഈ സൂറത്തുകൾ, ദിനേന ധാരാളം തവണ നാം പാരായണം ചെയ്യുന്ന ഈ ചെറിയ സൂറത്തുകൾ, അള്ളാഹുവിൻ്റെ കലാമായ ആ സൂറത്തുകൾ നമുക്ക് അവതരിപ്പിച്ചു തന്നതിലൂടെ അള്ളാഹു വലിയ കരുണയാണ്, വലിയ അനുഗ്രഹമാണ് നമുക്ക് ചൊരിഞ്ഞിട്ടുള്ളത്. കാരണം ചെറിയ ആയത്തുകൾ, ചെറിയ വലിപ്പത്തിൽ മാത്രമുള്ള, വേഗം നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ആ സൂറത്തുകളിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും അവൻ നമുക്കേകുന്ന കാവലും അത് നിസാരമല്ല, അങ്ങേയറ്റം മഹത്തരമാണ്. ഒരുപാട് വലിയ ഉപദ്രവങ്ങളിൽ നിന്ന് റബ്ബിൻ്റെ മഹത്തരമായ കാവൽ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന സൂറത്തുകളാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാന്ത്രികമായി അത് ചൊല്ലിപ്പോകേണ്ടവരല്ല നമ്മൾ. എപ്പോഴും ശീലമായതുകൊണ്ട് ശീലത്തിനിങ്ങനെ ഓതിപ്പോവുക, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചോ അതിൻ്റെ ആശയതലങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ, അള്ളാഹുവിൻ്റെ കലാമുറ്റ് ആലോചിക്കാതെ ഓതിപ്പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് അതിൻ്റെ അർത്ഥവും ശ്രേഷ്ഠതയുമെല്ലാം മനസ്സിലാക്കി അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ അവലംബമർപ്പിച്ചുകൊണ്ട്, അവൻ്റെ കാവൽ പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധയോടെ ഓരോ ഹർഫും പാരായണം ചെയ്യേണ്ടവരാണ് നമ്മൾ എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, ഈ സൂറത്തുകളുടെ ശ്രേഷ്ഠതയായി ഇത്രയും അധികം തവണ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ നമ്മെ പഠിപ്പിച്ചു എന്നത് തന്നെ ധാരാളമാണ്. നോക്കൂ, ഓരോ ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്യുക സുന്നത്താണ്. രാവിലെയും വൈകുന്നേരവും 3 തവണ ഈ സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്താണ്. അതോടൊപ്പം ഉറങ്ങാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇരു കൈകളും നിവർത്തിപ്പിടിക്കുകയും അതിലേക്ക് ഊതുകയും എന്നിട്ട് അതിലേക്ക് ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരം ഈ കൈകൾ കൊണ്ട് തടവും. ശരീരത്തിൽ കൈയെത്തുന്നിടമെല്ലാം തൻ്റെ ശിരസും മുഖവുമാണ് തുടങ്ങുക, ശരീരത്തിൻ്റെ മുൻഭാഗമാണ് തുടങ്ങുക. എന്നിട്ട് സാധിക്കുന്നിടത്തെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവും. ഇത് 3 തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിക്കും. പ്രിയമുള്ളവരെ, അതിലെ ആദ്യത്തെ സൂറത്തായ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അല്ലാഹുൽ വാഹിദുസ് സമദ് സുലുസുൽ ഖുർആൻ. ഖുർആനിൻ്റെ 1/3 ആ സൂറത്ത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ചെറിയ സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര ചെറിയ സൂറത്താണ്. സുബ്ഹാനല്ലാഹ്, എത്ര ചെറിയ സമയം കൊണ്ട് നമുക്ക് പാരായണം ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅദിലു സുലുസൽ ഖുർആൻ. ഖുർആനിൻ്റെ 1/3 സമാനമാണത്.
ഖുർആനിൻ്റെ 1/3 10 ജുസ് വരും. അതെ, പണ്ഡിതന്മാർ പഠിപ്പിച്ചു, ഖുർആനിൻ്റെ 1/3 10 ജുസ് പാരായണം ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു ആ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ നൽകുക എന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യത്തെക്കുറിച്ച് നീ ആശ്ചര്യപ്പെടേണ്ട. ഇത്ര ചെറിയ പ്രവർത്തനത്തിന് ഇത്ര വലിയ പ്രതിഫലമോ എന്ന് നീ അത്ഭുതപ്പെടേണ്ട. അങ്ങനെ ലഭിക്കുമോ എന്ന് നീ സംശയിക്കണ്ട. അള്ളാഹുവിൻ്റെ ഫദ്ൽ, അവൻ്റെ ഔദാര്യം അതത്രയും വിശാലമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ദുൽ ഫദ്ലിൽ അദീം, മഹത്തരമായ ഔദാര്യമുള്ളവനാണ്. ജനങ്ങളോട് ഏറെ കരുണയുള്ള റബ്ബാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ സൂറത്തിൻ്റെ പ്രത്യേകത അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്ത് എത്ര തവണയാണ് പാരായണം ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, ആ സൂറത്തിൽ നമ്മുടെ റബ്ബിനെ കുറിച്ചാണുള്ളത്. അള്ളാഹുവിൻ്റെ തൗഹീദ് അത് ആ സൂറത്തിലൂടെ അവൻ നമ്മെ പഠിപ്പിക്കുന്നു. നാം അറിഞ്ഞിരിക്കേണ്ട, വിശ്വസിച്ചിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട തൗഹീദാണ് ആ സൂറത്തിലുള്ളത്. എന്നാൽ ആ സൂറത്തിനോടൊപ്പം പല സന്ദർഭങ്ങളിലും പാരായണം ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സൂറത്തുണ്ട്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. അതാ നമ്മുടെ വിത്റിൻ്റെ അവസാനം ഈ 2 സൂറത്തുകൾ കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതുപോലെ ഫജ്റിന് മുമ്പുള്ള 2 റക്അത്തിൽ ഈ 2 സൂറത്തുകൾ ഓരോരോ റക്അത്തിലുമായി ഫാത്തിഹയ്ക്ക് ശേഷം ഓതുക സുന്നത്താണ്. അതുപോലെ തവാഫ് കഴിഞ്ഞാൽ മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ, ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദും പാരായണം ചെയ്യുക സുന്നത്താണ്. മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിലും ഇതുപോലെയുണ്ട്. നോക്കൂ, ഇങ്ങനെ പലതവണ ഈ സൂറത്ത് നമ്മൾ ആവർത്തിക്കുകയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തിലുള്ളത് തൗഹീദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിലുള്ളതും തൗഹീദാണ്. പക്ഷെ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിലുള്ളത് തൗഹീദുൽ ഇൽമി എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച തൗഹീദാണ്. അഥവാ നമ്മുടെ അറിവിലുണ്ടായിരിക്കേണ്ട, നാം പഠിച്ചിരിക്കേണ്ട, നാം മനസ്സിലാക്കിയിരിക്കേണ്ട തൗഹീദാണത്. അള്ളാഹുവാണ് റബ്ബ്, അവൻ്റെ അസ്മാ സിഫാത്തുകൾ ആ തൗഹീദിൽ ഉൾക്കൊള്ളുന്നു. എന്നാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തിലുള്ളത് തൗഹീദുൽ അമലി, നമ്മുടെ പ്രവൃത്തി പദത്തിൽ ഉണ്ടായിരിക്കേണ്ട തൗഹീദാണ്. തൗഹീദുൽ ഇബാദ എന്നൊക്കെ അറിയപ്പെടുന്ന, തൗഹീദുൽ ഉലൂഹിയ്യ എന്നെല്ലാം അറിയപ്പെടുന്ന തൗഹീദ്. അഥവാ നീ നിൻ്റെ ആരാധനകളിൽ, നിൻ്റെ ഇബാദത്തുകളിൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും മറ്റൊന്നിനെയും പങ്കുചേർത്തുകൂടാ എന്ന തൗഹീദ്. നോക്കൂ നിങ്ങൾ, ജനങ്ങളിൽ അധിക പേർക്കും അബദ്ധം പറ്റിയിട്ടുള്ളത് ഏത് തൗഹീദിലാണ്? സംശയമില്ല, പ്രവൃത്തി പദത്തിലുണ്ടായിരിക്കേണ്ട അവരുടെ ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന തൗഹീദിലാണ് ആളുകൾക്ക് വീഴ്ച പറ്റിയിട്ടുള്ളത്. അള്ളാഹു ഏകനാണ്. അതാ ശിർക്ക് ചെയ്യുന്ന പലരും വാക്കാൽ സമ്മതിക്കും, അതെ അള്ളാഹു ഏകനാണ്, അവനാണ് എല്ലാവർക്കും ആശ്രയം, അവന് സന്താനമില്ല. എന്നാൽ പ്രവൃത്തി പദത്തിൽ വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അല്ലാത്തവരിൽ ഹൃദയം അവലംബിക്കുന്നു. ചരടുകളും ഏലസുകളും ഉറുക്കുകളും അവരുടെ കയ്യിലും അരയിലുമെല്ലാം കാണാം. അതുകൊണ്ട് നോക്കൂ, ആ തൗഹീദ് പറഞ്ഞ സൂറത്ത് ജനങ്ങളിൽ അധിക പേർക്കും അബദ്ധം സംഭവിക്കുന്ന വിഷയമായതുകൊണ്ട് അതിൽ ഖുൽ ഹുവല്ലാഹു അഹദിനേക്കാൾ കാര്യം അല്ലാഹു ആവർത്തിച്ചു പറയുന്നു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നോക്കൂ, ആവർത്തിച്ച് തൗഹീദ് ആ സൂറത്തിൽ പറയുകയാണ്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്ന റബ്ബിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. അഥവാ ശിർക്ക് കലർന്ന നിങ്ങളുടെ ആരാധന അള്ളാഹുവിന് യഥാവിധി എത്തുകയില്ല. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ഒരിക്കലും ഇനി ആരാധിക്കാൻ പോകുന്നുമില്ല. എൻ്റെ റബ്ബിനെ ഈ അവസ്ഥയിൽ നിങ്ങൾ തുടരുകയാണ് എങ്കിൽ നിങ്ങളും ഇബാദത്ത് ചെയ്യാൻ പോകുന്നില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്കെൻ്റെ ദീൻ. അഥവാ നിങ്ങളുടെ ദീനും എൻ്റെ ദീനുമായി യാതൊരു ബന്ധവുമില്ല, എനിക്ക് നിങ്ങളുടെ ദീനുമായി യാതൊരു ബന്ധവുമില്ല. ആ ബന്ധവിച്ഛേദന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ആ ആയത്തിലുള്ളത്. അതല്ലാതെ നിങ്ങൾ ആ ദീൻ സ്വീകരിച്ചോളൂ, എനിക്കതിൽ യാതൊരു ഇഷ്ടക്കേടുമില്ല എന്ന വാക്യമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ റസൂലുകളെ നിയോഗിക്കേണ്ടിയിരുന്നില്ലായിരുന്നു, അവൻ്റെ കിതാബുകൾ അവതരിപ്പിക്കേണ്ടതില്ലായിരുന്നു. മറിച്ച് ബന്ധവിച്ഛേദന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ആ ആയത്തിലൂടെ ഉള്ളത്. നോക്കൂ, അതുകൊണ്ട് ആ തൗഹീദ് ആവർത്തിച്ച് ആ സൂറത്തിലൂടെ പറയുന്നു.
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഒരു മുഅ്മിൻ തൻ്റെ ദിവസം ആരംഭിക്കുന്നത് ഈ 2 തൗഹീദുകൾ പറയുന്ന ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ടാണ്. ഫജ്റിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ. സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിം തൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നത് അവൻ്റെ വിത്ർ നിസ്കരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ഇതാ ഈ 2 സൂറത്തുകൾ, ഈ 2 തൗഹീദിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ 2 സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് നോക്കൂ, തൗഹീദാണ് ആ സൂറത്തിലുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിലുള്ളത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തിലുമുള്ളത്. അല്ലാഹു അതാ സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ, നീ പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവൻ അഹദാണ്, അവൻ ഏകനാണ്, അവൻ ഏകനാണ്, അവനൊരു പങ്കാളിയുമില്ല, അവനെപ്പോലെ ആരും തന്നെയില്ല, അവൻ ഏകനാണ്. അവൻ്റെ മഹത്വത്തിൽ, അവൻ്റെ വിശേഷണങ്ങളിൽ, അവൻ്റെ പേരുകളിൽ ആരാധനക്കർഹൻ അവൻ മാത്രമാണ് എന്നതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്, അവൻ ഒരേ ഒരുവനാണ്. അല്ലാഹു വാഹിദാണ്, അവൻ അഹദാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അല്ലാഹു അവൻ സമദാണ്. സമദ് എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹു റബ്ബുൽ ആലമീൻ അവനിലേക്ക് പടപ്പുകളെല്ലാം അല്ലദി യസ്മുദു ഇലൈഹിൽ ഖലായിഖ്, പടപ്പുകളെല്ലാം അവരുടെ ആവശ്യവുമായി ആശ്രയത്തിനായി തിരിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ്റെ ആശ്രയമില്ലാതെ ഈ ലോകത്ത് ഒരു പുൽക്കൊടിക്ക് പോലും നിലനിൽപ്പില്ല, ഒരു പടപ്പിനും നിലനിൽപ്പില്ല. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സഹോദരങ്ങളെ ഒരു നിമിഷം മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല. നാം ആവർത്തിച്ച് പറയുന്നു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല, ഒരു കഴിവെനിക്കില്ല, എന്തെങ്കിലും ഉപദ്രവം അങ്ങ് നീക്കാൻ, അതെന്നെ ബാധിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധ്യമല്ല, ഒരു കഴിവെനിക്കില്ല. വലാ ഖുവ, ഒരു ശക്തിയും എനിക്കില്ല. എന്തെങ്കിലും നന്മ അത് വരുത്തി വെക്കാൻ, ഒരു നന്മ ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അവൻ സമദാണ്, സകല പടപ്പുകളുടെയും ആശ്രയമാണ്. എന്നാൽ അവനാകട്ടെ ഒരു സൃഷ്ടിയുടെയും ആവശ്യം ഇല്ലാത്തവനാണ്, ഒരു സൃഷ്ടിയുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അവന് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, അവന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വഹുവ യുത്ഇമു വലാ യുത്അം, അവൻ ആഹാരമേകുന്നവനാണ്, അവൻ അന്നമേകുന്നവനാണ്. വലാ യുത്അം, അവന് ഭക്ഷണം നൽകപ്പെടുകയില്ല, അവൻ അതിൻ്റെ ആവശ്യമില്ല. അവൻ നമ്മെ പടച്ചിട്ടുള്ളത് അവനെ ഇബാദത്ത് ചെയ്യാൻ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകൾ കൊണ്ട് അവനെന്തെങ്കിലും നേട്ടമുണ്ടാകുന്നത് കൊണ്ടല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലോകത്തുള്ള മുഴുവൻ പടപ്പുകളും അള്ളാഹുവിനെ അനുസരിക്കുന്ന, അവനെ ഏറ്റവും സൂക്ഷിച്ച് ജീവിക്കുന്ന, ഏറ്റവും തഖ്വയുള്ള ഹൃദയങ്ങളുടെ ഉടമസ്ഥരായിരുന്നാൽ പോലും, അങ്ങനെയുള്ള ഹൃദയങ്ങളുള്ള ആളുകളായിരുന്നാൽ പോലും അള്ളാഹുവിൻ്റെ മുൽക്കിൽ ഒന്നും തന്നെ കൂടാനില്ല, അവൻ്റെ അധികാരത്തിൽ ഒന്നും വർദ്ധിക്കാനില്ല. അവൻ സമദാണ്, അവൻ ഗനിയാണ്, അവൻ അങ്ങേയറ്റം ധന്യത ഉള്ളവനാണ്. ഒരു പടപ്പുകളുടെയും ആശ്രയം അവനില്ല. എന്നാൽ പടപ്പുകളാകട്ടെ അവനിലേക്ക് അങ്ങേയറ്റം ആശ്രയിച്ച് കഴിയുന്നവരാണ്. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അള്ളാഹുവിനെ ആശ്രയിക്കാതെ, അവനില്ലാതെ മുന്നോട്ട് പോകാൻ നിനക്ക് സാധ്യമല്ല. നിന്റെ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ, നിന്റെ ദീനിൻ്റെ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ നിനക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. ഖന്ദഖിൻ്റെ ആ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും പറഞ്ഞതുപോലെ, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വമാ തസദ്ദഖ്ന വമാ സല്ലൈന. അള്ളാഹുവാണ്, അള്ളാഹുവില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല. വമാ തസദ്ദഖ്ന, നമുക്ക് സദഖ നൽകാൻ, ദാനധർമ്മങ്ങൾ നൽകാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. വമാ സല്ലൈന, അവന് സുജൂദും റുക്കൂഉം ചെയ്യാൻ, അവന് വേണ്ടി നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഫഖീറുകളാണ്, അവനിലേക്ക് ആവശ്യക്കാരാണ്. അവൻ നൽകിയ നന്മകളല്ലാതെ എന്തുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിൽ? വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിനഹ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വഅസ്ബഗ അലൈക്കും നിഅമഹ, അവൻ നിങ്ങൾക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾ അതുകൊണ്ട് നിങ്ങളെ അവൻ മൂടിയിരിക്കുന്നു. ളാഹിറതൻ വബാതിനഹ, പുറമേക്ക് കാണാവുന്നതും ഉള്ളിൽ ആന്തരികമായി ഉള്ളതുമായ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു. അനുഗ്രഹങ്ങൾ നൽകിയവൻ നമ്മിൽ നിന്ന് ഒന്നും
ആവശ്യമില്ലാത്തവൻ. എന്നിട്ട് ചില ആളുകളത് എന്തെങ്കിലും പ്രയാസം അവർക്കുണ്ടാകുമ്പോഴേക്ക്, അവൻ്റെ ദുനിയാവിൽ അല്പം നഷ്ടം ബാധിക്കുമ്പോഴേക്ക് റബ്ബിനെ കുറിച്ച് അവൻ പഴി പറയുകയാണ്, അവലാതി പറയുകയാണ്. ആരോടാണ് അവൻ പറയുന്നത്? ഒരു മഖ്ലൂക്കിനോട്. അവന് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത, ഒരു സ്നേഹം അവന് നൽകണമെങ്കിൽ പോലും തിരിച്ച് അതിൻ്റെ ഇരട്ടി പലതും അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അവനെ ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന, അവനോട് ഒരു കരുണയുമില്ലാത്ത, അല്ലെങ്കിൽ സ്വാർത്ഥതയുള്ള മനുഷ്യനോട് അവൻ പരാതി പറയുകയാണ്. ആരെക്കുറിച്ച്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച, അവന് ശ്വാസമേകിയ, അവന് ശ്വാസം കഴിക്കാൻ വായുവേകിയ, അവന് വെള്ളമേകിയ, അവനെ ജീവിപ്പിക്കുന്ന, അവൻ ഈ ദീനിലേക്ക് ഹിദായത്ത് നൽകിയ, അവനെ സ്വർഗത്തിലേക്ക് വിളിച്ചിട്ടുള്ള, അവനിലേക്ക് നബിമാരെ നിയോഗിച്ച, അവനിലേക്ക് അവൻ്റെ ഗ്രന്ഥങ്ങൾ ഇറക്കിയ, ഈ ഭൂമി അവന് വിരിപ്പാക്കി നൽകിയ, ആകാശം മേൽക്കൂരയാക്കി നൽകിയ റബ്ബിനെ കുറിച്ച്, അവൻ്റെ ഉമ്മയേക്കാൾ, അവൻ്റെ മാതാപിതാക്കളെക്കാൾ അവനോട് കാരുണ്യമുള്ള, റഹ്മത്തുള്ള റബ്ബിനെ കുറിച്ച് അവൻ പരാതി പറയുകയാണ്, പടി പറയുകയാണ്. ആരോട്? ഒരു മഖ്ലൂക്കിനോട്. ഒന്നും അവന് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത സ്വാർത്ഥനായ മനുഷ്യനോട് അവനതാ റബ്ബിനെ കുറിച്ച് പരാതി പറയുകയാണ്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബികൽ കരീം. ഓ മനുഷ്യ, ഏറ്റവും ഉദാരനായ കരീമായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യമെന്തേ? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. നിന്നെ പടച്ച, നിനക്ക് ഈ രൂപം നൽകിയ, നിന്നെ സംവിധാനിച്ച, നിന്റെ ഘടന ശരിപ്പെടുത്തിയ നിന്റെ റബ്ബിനെ കുറിച്ച് ഒന്നിനും സാധിക്കാത്ത പടപ്പുകളോട് നീ പരാതി പറയുകയാണോ? അവരോട് ആവലാതി പറയുകയാണോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലഹുബ്ബിൽ ഖൈരി ലശദീദ്. അല്ലാഹു പറഞ്ഞതുപോലെ മനുഷ്യൻ അവൻ്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. അവൻ തന്നെ അതിന് സാക്ഷിയാണ്. സമ്പത്തിനോട്, ദുനിയാവിനോടുള്ള അവൻ്റെ പ്രിയം അത് കടുത്തത് തന്നെയാണ്. അല്ലാഹു ആ സൂറത്തിൽ കുതിരകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറഞ്ഞത്. അതാ കിതച്ചോടുന്ന, കുളമ്പുകൾ കൊണ്ട് തീ തെറിപ്പിച്ചുകൊണ്ട് ഓടുന്ന ശത്രുവിൻ്റെ മുന്നിലേക്ക് യുദ്ധരണാങ്കണത്തിൽ കുതിച്ചു ചാടുന്ന ആ കുതിരകൾ, അതിനതിൻ്റെ യജമാനൻ കൊടുക്കുന്നത് ഒരു വിലയുമില്ലാത്ത അല്പം മുതിരയും വെള്ളവും മാത്രമാണ്. എന്നിട്ട് ആ യജമാനനോട് ഈ നന്ദി കാണിക്കുന്ന ജന്തുവാണ് കുതിര. എന്നാൽ എല്ലാം ലഭിച്ചിട്ടും, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ മുങ്ങി ജീവിച്ചിട്ടും എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേക്ക് അവനതാ റബ്ബിനെ കുറിച്ച് പഴി പറയുകയാണ്. സഹോദര, നിനക്ക് നഷ്ടപ്പെട്ടത് ദുനിയാവാണ്. നീ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും നൽകിയിട്ടില്ലാത്ത ഈ ദുനിയാവിലാണ് നിനക്ക് നഷ്ടമുണ്ടായത്. ആ നഷ്ടത്തിന് പകരമാകട്ടെ നീ ഒന്ന് സബർ കൈക്കൊണ്ടാൽ, ഒന്ന് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചാൽ, അള്ളാഹു നിനക്കൊരുക്കി വച്ചിട്ടുള്ള, അതിനു പകരം വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വലിപ്പം നീ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നീ ഒന്ന് പറഞ്ഞാൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ പകരമായി നിനക്ക് നൽകാനിരിക്കുന്ന ഖൈറുകളെ കുറിച്ച് നീ ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിൽ വല്ലതും നിനക്ക് തടഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര നീ അറിയുക, അള്ളാഹു നിന്നോട് പിശുക്ക് കാണിച്ചതല്ല. വലയ്യാദു ബില്ലാഹ്. എങ്ങനെയാണ് കരീമായ റബ്ബ്, അത്യുദാരനായ നിന്റെ റബ്ബ്, നീ ആവശ്യപ്പെടാതെ നിനക്ക് ഈ ജന്മമേകിയ, ഇസ്ലാമിലേക്ക് നിന്നെ നയിച്ച നിന്റെ റബ്ബ് നിന്നോട് പിശുക്ക് കാണിക്കുക? അള്ളാഹു അല്ലാതെ ആരാണ് നിനക്കുള്ളത്? നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും നിന്റെ ഭാര്യയും നിന്റെ സുഹൃത്തുക്കളും എല്ലാം ദുനിയാവിൽ ആരാകട്ടെ നിസ്വാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ കരുതുന്നവർ പോലും എന്തെങ്കിലും ഒന്ന് നിന്നിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന്. നീ അവർക്ക് പണം നൽകണം എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നീ അവർക്ക് കൂട്ടായി ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു നിലക്ക് നിന്നിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ ഒരാളും നിന്നെ സ്നേഹിക്കുന്നില്ല. എന്നാൽ നിന്റെ റബ്ബ് സുബ്ഹാനഹു വ തആല, റഹ്മാനായ നിന്റെ റബ്ബ്, അവൻ മാത്രമാണ് ഒന്നും നിന്നിൽ നിന്ന് ലഭിക്കാനില്ലാതെ, നിന്നെ കൊണ്ടൊരാവശ്യവുമില്ലാതെ നിനക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ഏകിയവൻ, നിന്നോട് കരുണ ചൊരിയുന്നവൻ. എന്നിട്ട് അവൻ്റെ കരുണയുടെ ഭവനത്തിലേക്ക്, സലാമിൻ്റെ ദാറിലേക്ക് നിന്നെ വിളിച്ചവൻ. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് വിളിക്കുന്നു. വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം.
നേരായ പാതയിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി നടത്തുന്നു. ആ സ്വർഗത്തിൽ സഹോദര, നീ എന്താണ് ഈ ദുനിയാവിൽ ഒരൽപ്പം മാത്രം ബാക്കി അവശേഷിക്കുന്ന ഈ ദുനിയാവിൽ ഒരൽപ്പകാലം നീ ഒന്ന് അല്ലാഹുവിൻ്റെ ദീനിൽ ക്ഷമിച്ചു ജീവിച്ചാൽ നിന്നെ കാത്തിരിക്കുന്ന സ്വർഗത്തിലുള്ളതെന്താണ്? ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരാൾക്കും അറിയുകയില്ല കൺകുളിർപ്പിക്കുന്ന എന്തൊക്കെയാണ് അള്ളാഹു അവിടെ ഒരുക്കി വച്ചിട്ടുള്ളത് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്. സുബ്ഹാനല്ലാഹ്, നീ കേട്ടിട്ടുണ്ടോ അവിടെയുള്ള ഒരു സുഗന്ധം പോലും, ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം പോലും, ഒരു ചമ്മട്ടി വെക്കാനുള്ള ഇടം പോലും ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ലോകവും അതിനുള്ള സകലതും അതിനോളം വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദില്ലിൻ മംദൂദ്, ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വദില്ലിൻ മംദൂദ്, വിശാലമായ ഒരു തണൽ, സ്വർഗത്തിലെ തണലാണത്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടെ ഒരു മരമുണ്ട്, അതിവേഗം കുതിരപ്പുറത്ത് ഓടിച്ചു പോകുന്ന ഒരാൾ 100 വർഷം അവൻ ഓടിച്ചു പോയാൽ പോലും മുറിച്ചു കടക്കാൻ സാധിക്കാത്ത തണലാണ് സ്വർഗത്തിലെ ആ വിശാലമായ തണൽ. യാ സുബ്ഹാനല്ലാഹ്, ഇതൊരുക്കി വെച്ച് അതിലേക്ക് നിന്നെ വിളിച്ച് അതിനുവേണ്ടി ഉള്ള വഴി നിന്റെ മുന്നിൽ വിവരിച്ച് നിനക്ക് പാപമോചനം വാഗ്ദാനം ചെയ്ത് നന്മകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അതിലേക്ക് നിന്നെ വിളിച്ച റബ്ബിനെ കുറിച്ചാണോ ഈ ദുനിയാവിലുണ്ടായ നഷ്ടങ്ങളുടെ പേരിൽ നീ പടി പറയുന്നത്? സഹോദര, എവിടെ പോയി മനുഷ്യരുടെ ബുദ്ധി? ആലോചിച്ചു നോക്കൂ. ആളുകളുടെ ചിന്തയുടെ മഹാബുദ്ധിമാനെന്ന് നടിക്കുന്ന മനുഷ്യൻ്റെ നന്ദികേട്, അവൻ്റെ വിവരമില്ലായ്മയും എത്ര വലുതാണ്. അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ്. ഇന്നഹു കാന ദലൂമൻ ജഹൂല, മനുഷ്യൻ അവൻ ദലൂമാണ്, അങ്ങേറ്റം അക്രമിയാണ്. ജഹൂലൻ, അവൻ അങ്ങേറ്റം വിവരമില്ലാത്തവനാണ്, അങ്ങേറ്റം വിവരം കെട്ടവനാണ്. സഹോദരങ്ങളെ, ആ വിവരക്കേടിൽ നിന്നും ആ അക്രമത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കിതാബും സുന്നത്തും അത് മുറുകെ പിടിക്കുകയല്ലാതെ വഴിയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് നമ്മെ പഠിപ്പിച്ചത്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ പഠിപ്പിച്ചു. അൽ കിതാബ്, കിതാബ് പഠിപ്പിച്ചു, കിതാബ് പഠിപ്പിച്ചു. ആ കിതാബ് പഠിച്ചാൽ, ഖുർആൻ നീ പഠിച്ചാൽ, അതിൻ്റെ വിശദീകരണമായ സുന്നത്ത് നീ പഠിച്ചാൽ, അങ്ങനെയാണ് നിനക്ക് ആ ജഹലിൽ നിന്ന്, വിവരമില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. വൽ ഹിക്മ, ഈ ദീൻ ഹിക്മത്തിൻ്റെ ദീനാണ്. അതോരോന്നും എവിടെ വെക്കണം, ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുക എന്നതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ദുൽമിന് നേരെ വിപരീതമാണ്. ദുൽമെന്നാൽ അക്രമമാണ്. ഒന്നതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചു വെക്കലാണ്. അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ, കിതാബും സുന്നത്തും അത് ഉൾക്കൊള്ളുന്ന ഹിക്മത്തും നീ പഠിക്കുക, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അവൻ്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കുക. ദീനിനെ കുറിച്ചുള്ള അജ്ഞത, പ്രിയമുള്ളവരെ, അതേത് എത്രമാത്രം ആഴത്തിൽ ആളുകൾക്ക് ഇടയിൽ വളർന്നിരിക്കുന്നു എന്നതിന് നമ്മൾ സാക്ഷികളാവുകയാണ് ഈ കാലത്ത്. ആളുകൾ എന്തെല്ലാം വിവരക്കേടാണ് അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ വിധിയെക്കുറിച്ച്, അവൻ്റെ ദീനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു അപകടം മുന്നിൽ കണ്ടാൽ വർഷങ്ങൾ അവൻ ജീവിച്ച ആഫിയത്തുള്ള അവൻ്റെ ആയുസ്സിനെ കുറിച്ച് അവൻ മറന്നുപോകുന്നു. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അവൻ മറന്നുപോകുന്നു. പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള അവൻ്റെ സുഖങ്ങളെക്കുറിച്ച്, അവൻ ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് മറന്നുപോകുന്നു. അങ്ങനെ ഒരു കാറ്റടിക്കുമ്പോഴേക്ക് പാറിപ്പോകുന്ന ദീനാണ് നമ്മുടെ ദീനെങ്കിൽ, പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഈ ദീനുമായി, ഈ ഈമാനുമായി മരിച്ചു പോകാൻ? ഹൃദയം വദാലത്തിലേക്ക് പോകാതെ ഈമാനിലായി മരിച്ചു പോകാൻ നമുക്ക് സാധിക്കുക? അള്ളാഹുവിനെ സൂക്ഷിക്കുക, അവൻ്റെ ദീൻ നമ്മൾ പഠിക്കുക, നമ്മുടെ ഇളം തലമുറയെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ മഹാനഷ്ടമായിരിക്കും നമുക്ക് വന്നു ചേരുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ആലമീൻ സകല പടപ്പുകൾക്കും ആശ്രയമായുള്ളവനാണ്. അവനാകട്ടെ ഒരു പടപ്പിൻ്റെയും ഒരു സൃഷ്ടിയുടെയും ആശ്രയം ആവശ്യമില്ല. അവൻ നമ്മെ ഈ ദുനിയാവിലേക്ക് സൃഷ്ടിച്ചയച്ചത് അവൻ്റെ കാരുണ്യം കൊണ്ടാണ്. അവൻ അതിനുശേഷം ഈ ദുനിയാവിനേക്കാൾ ഏറ്റവും മഹത്തരമായ നിലനിൽക്കുന്ന
സ്വർഗത്തിലേക്ക് നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഖാലിഖായ നമ്മുടെ സൃഷ്ടാവായ റബ്ബിനെ കുറിച്ച് പഴി പറയുക എത്രമാത്രം മോശമായ കാര്യമാണ്. ഒരാൾ തൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ചീത്ത പറയുന്നുവെങ്കിൽ, തൻ്റെ ജനനത്തിന് കാരണമായ പിതാവിനെ, ഉപ്പയെ, തന്നെ പ്രസവിച്ച് പോറ്റി വളർത്തിയ ഉമ്മയെ ഒരാൾ ചീത്ത വിളിക്കുകയാണ്, മോശം പറയുകയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, ഒരൽപ്പം ബുദ്ധിയുള്ള, ഒരൽപ്പം നീതിബോധമുള്ള ആരെങ്കിലും അവൻ്റെ ഭാഗത്ത് നിൽക്കുമോ? ആരാണ് നിൽക്കുക? എന്തു തന്നെയായാലും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഒരു മനുഷ്യനോട് എല്ലാവരും പറയുക. എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ നമ്മെ പടച്ചത്. മാതാപിതാക്കളിലൂടെ നമ്മെ പടച്ചത് റബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ മണ്ണിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, വായുവിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്ന് ചെടി മുളപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ പടപ്പിൻ്റെ ഒരു രൂപമാണ്. ഒരു പടപ്പിൽ നിന്ന് അവൻ മറ്റൊരു പടപ്പിനെ പടക്കുമെന്ന്. നേർക്കുനേരെ ആകാശഭൂമികൾ അവൻ പടച്ചു. അതുപോലെ ചില സൃഷ്ടിയിൽ നിന്ന് അവൻ ചില സൃഷ്ടികളെ പടക്കും. മാതാപിതാക്കളെ അവരിൽ മുഖേന നമ്മെ സൃഷ്ടിച്ചവൻ നമ്മുടെ ഖാലിഖ് യഥാർത്ഥത്തിൽ റബ്ബാണ്, അള്ളാഹുവാണ്. എങ്കിൽ ആ റബ്ബിനെ കുറിച്ച് പഴി പറയുന്നത്, അവനെക്കുറിച്ച് അനീതിയും അക്രമവും ദ്രോഹവുമെല്ലാം ആരോപിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര വലിയ നന്ദികേടാണ്. അതിനേക്കാൾ വലിയ അക്രമം എന്തുണ്ട്? അതിനേക്കാൾ വലിയ അനീതി എന്തുണ്ട്? അതിനേക്കാൾ വലിയ പാപം എന്തുണ്ട്? നസറുല്ലാഹൽ ആഫിയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാളും റബ്ബിനെ കുറിച്ച് ഹുസ്നുദ്ദൻ, ഏറ്റവും നല്ല വിചാരം വെച്ചു പുലർത്തിയിട്ടല്ലാതെ മരിക്കരുത്. അള്ളാഹുവിനെ കുറിച്ച് സൂഉദ്ദൻ, മോശമായ വന്ന് ഊഹം വെച്ചു പുലർത്തുന്നവർ ആരാണെന്നറിയുമോ? കുഫാറുകളും മുശ്രിക്കുകളും മുനാഫിക്കുകളുമെല്ലാമാണ് അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരം വെച്ചു പുലർത്തുക. സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചും അവരോടുള്ള അള്ളാഹുവിൻ്റെ കോപത്തെക്കുറിച്ചും അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച വേദനയേറിയ ശിക്ഷകളെക്കുറിച്ചുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആയത്തുകളെക്കുറിച്ച് പറയുകയുണ്ടായി. ഇവരെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് മോശം വിചാരം വെച്ചു പുലർത്തുന്നവരെ കുറിച്ച്, അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച ശിക്ഷകളെക്കുറിച്ച് റബ്ബ് പറഞ്ഞതുപോലെ ഒരു കൂട്ടരെക്കുറിച്ചും അള്ളാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാനിനെ ഗുരുതരമായി ബാധിക്കുന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്ത എന്ന് പറയുന്നത്. നമ്മുടെ വിവരമില്ലായ്മയും അങ്ങേയറ്റത്തെ നന്ദികേടുമല്ലാതെ മറ്റൊന്നും അതിലേക്ക് നമ്മെ നയിക്കുകയില്ല. നീ നിൻ്റെ നേരായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ, നീ ഒന്ന് നിൻ്റെ കൺ തുറന്നു വെച്ചാൽ, നീ ഒന്ന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ നിനക്കത് പറയുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു ഭാഗത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും പേരുകളും അതേക്കുറിച്ച് ചിന്തിച്ചാലോ അള്ളാഹുവിനെ പുകഴ്ത്താനും അവനെ സ്തുതിക്കാനും അല്ലാതെ സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ പറയും അൽഹംദുലില്ലാഹ്, പ്രയാസങ്ങൾ ഉണ്ടായാൽ പറയും അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. എല്ലാ സ്തുതിയിലും അള്ളാഹുവിനാണ് സ്തുതികൾ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സ്തുതികൾ. പ്രയാസമാകട്ടെ സന്തോഷമാകട്ടെ റബ്ബ് സ്തുതികൾക്ക് മാത്രം അർഹനാണ്. പ്രിയമുള്ളവരെ, അവൻ നമ്മുടെ റബ്ബാണ് എന്നതുകൊണ്ട്, അവൻ നമ്മുടെ ഇലാഹാണ് എന്നതുകൊണ്ട്, അവൻ്റെ പേരുകളും വിശേഷണങ്ങളും അങ്ങേയറ്റം മഹത്തരമാണ് എന്നതുകൊണ്ട്, അവൻ്റെ ദീൻ കാരണത്താൽ, സുബ്ഹാനല്ലാഹ്, അവൻ്റെ ദീൻ കാരണത്താൽ അവൻ സ്തുതികൾക്ക് അർഹനാണ്. അതുകൊണ്ടാണ് നോക്കൂ, അറിവ് എത്രമാത്രം ഒരാൾക്ക് വർദ്ധിക്കുന്നു, മതപരമായ വിജ്ഞാനം ഒരാൾക്ക് എത്രമാത്രം വർദ്ധിക്കുന്നു, അത്രയും അവർ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. ഓരോ അറിവ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാകട്ടെ, ദീനിനെ കുറിച്ചുള്ള അറിവാകട്ടെ, ഓരോ അറിവ് ലഭിച്ചാൽ അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, പണ്ഡിതന്മാരെ പോലെ അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ മറ്റാരും ഉണ്ടാവുകയില്ല. കാരണം സുബ്ഹാനല്ലാഹ്, അവൻ്റെ ദീനിൻ്റെ ഓരോ പാഠങ്ങളും അവനെക്കുറിച്ച് സ്തുതിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അവൻ്റെ വിധി അത് എന്താകട്ടെ, ഏതാകട്ടെ, അള്ളാഹുവിനെ സ്തുതിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ പടപ്പിൻ്റെ തുടക്കം പറഞ്ഞത് അവനെ സ്തുതി പറഞ്ഞുകൊണ്ടാണ്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. അവൻ പടപ്പുകളുടെ ഒടുക്കം പറഞ്ഞത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. സ്വർഗവാസികൾ സ്വർഗത്തിലേക്കും നരകവാസികൾ നരകത്തിലേക്കും പോകുന്ന രംഗം സൂറത്തു സുമറിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? വസീഖല്ലദീന
كفروا إلى جهنم زمرا وسيق الذين اتقوا ربهم إلى الجنة زمرا. ഒടുവിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകരുടെയും റബ്ബായ അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം അല്ലാഹു സ്തുതികൾക്ക് അർഹനാണ്. ആ റബ്ബിനെ കുറിച്ച് ഒരിക്കലും മോശം ചിന്ത സഹോദരങ്ങളെ ഉണ്ടായിക്കൂടാ. നമ്മുടെ നാശം അവിടെയാണ്. അവിടെ നമ്മൾ നശിച്ചു പോകും, ഒരു സംശയവുമില്ല. അവൻ സമദാൻ, അവൻ സമദാൻ. അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ലം യലിദ്, അവനൊരു സന്താനത്തെ ജനിപ്പിച്ചവനല്ല, അവനൊരു സന്താനത്തിൻ്റെയും പിതാവായിട്ടില്ല. വലം യൂലദ്, അവൻ മറ്റാരുടെയെങ്കിലും സന്തതിയായി ജനിച്ചവനല്ല. നോക്കൂ, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞ പല പിഴച്ച കക്ഷികളുമുണ്ട്. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, യഹൂദികൾ പറഞ്ഞു ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണ്, സന്താനമാണ് എന്ന്. വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, നസ്രാനികൾ പറഞ്ഞു മസീഹ് ഈസ അള്ളാഹുവിൻ്റെ സന്താനമാണ് എന്ന്. മുശ്രിക്കുകൾ മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണമാണ്. ആകാശഭൂമികൾക്ക് അത് സഹിക്കാൻ സാധ്യമല്ല, പർവ്വതങ്ങൾക്കത് സഹിക്കുക സാധ്യമല്ല. അള്ളാഹുവിൻ്റെ ഹിൽമൊന്നുകൊണ്ട്, അവൻ്റെ സബറൊന്നുകൊണ്ട് അവനത് പറയുന്നവരെ ഈ ദുനിയാവിൽ ജീവിക്കാൻ അനുവദിക്കുന്നു. പോരാ, അവനവർക്ക് ആഫിയത്തേകുന്നു, അവനവർക്ക് ഭക്ഷണമേകുന്നു. എന്തുകൊണ്ട്? ഈ ദുനിയാവിൽ അവനൊരു വിലയും കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുമില്ല അള്ളാഹുവിനേക്കാളും സബറുള്ള, ക്ഷമയുള്ള ഒരാളും തന്നെയില്ല. ഇന്നഹും ലയദ്ദഊന ലഹു വലദ വഇന്നഹു ലയുആഫീഹിം വയർസുഖുഹും. അവർ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്നു, അള്ളാഹു അവർക്ക് റിസ്ക് നൽകുന്നു, അവനവർക്ക് ദുനിയാവിൽ സൗഖ്യമേകുന്നു. അള്ളാഹുവിനെ പോലെ ക്ഷമയുള്ള മറ്റാരുമില്ല. അതുകൊണ്ട് അവൻ ഒരു സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല. അള്ളാഹു ചോദിച്ചു, അവനെങ്ങനെ സന്താനം ഉണ്ടാകാനാണ്? വലം യകുൽ ലഹു സാഹിബ, അവനൊരു കൂട്ടുകാരി ഉണ്ടായിട്ടില്ല. കാരണം സന്താനമുണ്ടാകണമെങ്കിൽ ഇണയുണ്ടാകണം. അള്ളാഹുവിനത് യോജിക്കുകയില്ല. സന്താനം പിതാവിനെ പോലെ ആയിരിക്കും, അള്ളാഹുവിനെ പോലെ ആരാണ് ഉണ്ടാവുക? സന്താനത്തെ പിതാവ് പലപ്പോഴും ആശ്രയിക്കുകയും പലപ്പോഴും സന്താനം പറയുന്നത് അനുസരിക്കേണ്ടി വരികയും ചെയ്യും. പിതാക്കൾ അള്ളാഹുവിന് എങ്ങനെയാണ് അത് യോജിക്കുക? നോക്കൂ, ഇങ്ങനെ പറയുന്ന അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് വാദിക്കുന്ന ആളുകളോട് അവരിൽ പലരും വിവാഹം കഴിക്കാത്തവരാണ്, ബ്രഹ്മചര്യം സ്വീകരിച്ചവരാണ്. ആ പാതിരിമാരോട് എൻ്റെ ഭാര്യക്കും മക്കൾക്കുമൊക്കെ സുഖമാണോ എന്ന് ചോദിച്ചാൽ അവർക്കാർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. ബ്രഹ്മചര്യം സ്വീകരിച്ച വിവാഹം കഴിക്കാത്ത അച്ഛനോട് ആണോ ഇത് ചോദിക്കുന്നത് എന്നവർ പറയും. എന്നാൽ ആ വാദം റബ്ബിനെ കുറിച്ച് പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. നോക്കൂ, മനുഷ്യരുടെ നന്ദികേട് എത്ര വലുതാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത വാക്കാണ്. അള്ളാഹുവിന് സന്താനം ഉണ്ടാവുക എന്നത് യോജിക്കുകയില്ല. അവൻ ഒരാളുടെയും സന്താനമായി ജനിച്ചവനല്ല, മറ്റൊരാളുടെ സന്താനമായി ജനിച്ചവനാണ് സന്താനങ്ങൾ ഉണ്ടാവുക. അള്ളാഹു ആകട്ടെ ഔവലാണ്, അവൻ ആദ്യമേ ഉള്ളവനാണ്, അവൻ അവസാനമില്ലാത്തവനാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു, അവനില്ല, കുഫുവൻ, അവന് യോജിച്ച, അഹദുൻ, ഒരാളും തന്നെയില്ല, അവനെപ്പോലെ ഒരാളും തന്നെയില്ല. അവൻ്റെ പേരുകൾ നോക്കൂ, അവൻ്റെ വിശേഷണങ്ങൾ നോക്കൂ. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്നത് അതെല്ലാം അതുപോലെ നീ വിശ്വസിക്കണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ അറിവിനെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞു, അവൻ്റെ കേൾവിയെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്, ഒരു പടപ്പിൻ്റേതും പോലെയല്ല. പടപ്പുകളുടേതിനോട് നീ അത് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. നിനക്കതിൻ്റെ രൂപമറിയില്ല, അത് അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ്. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ മുഖം, വജ്ഹ്, പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അവൻ്റെ ഇരു കണ്ണുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ട്. അവൻ്റെ കൈകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ട്. അവൻ ചിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ട്. അവൻ കോപിക്കുമെന്ന് വന്നിട്ടുണ്ട്. ഈ വക വിശേഷണങ്ങളെല്ലാം അള്ളാഹു പഠിപ്പിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കുക, അതുപോലെ വിശ്വസിക്കുക. അതെല്ലാം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം നമുക്കറിയാം, പക്ഷേ അതിൻ്റെ രൂപം നമുക്കറിയില്ല. മുഖമെന്ന് വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖമാണ്, നമുക്കറിയാം. ഐനാൻ എന്ന് പറഞ്ഞാൽ കണ്ണുകളാണ്, നമുക്കറിയാം. പക്ഷെ അതിൻ്റെ രൂപം നമുക്കറിയില്ല. അതിനെ നിഷേധിക്കാൻ പാടില്ല.
ഒരു പടപ്പിനോടും സാദൃശ്യപ്പെടുത്താൻ പാടില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അവനെപ്പോലെ ആരും തന്നെ ഇല്ല. അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം കാണുന്നവനാണ്. നോക്കൂ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്ത്, അതിലെ ഒരു ചെറിയ ഭാഗം പോലും വിശദീകരിച്ചാൽ അവസാനിക്കുകയില്ല, എഴുതിയാൽ തീരുകയില്ല. അതത്രയും ആശയസമ്പുഷ്ടമാണ്. അതിലെ പാഠങ്ങൾ അനേകമാണ്. അതുകൊണ്ട് ഈ സൂറത്തുകൾ, പ്രത്യേകിച്ച് നാം സ്ഥിരമായി പാരായണം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കലാമിലെ ഈ ചെറിയ സൂറത്തുകൾ നന്നായി മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയും ചെയ്യുക. എങ്കിലാണ് അതിൻ്റെ ഫലം പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصر إخواننا المسلمين المستضعفين في غزة وفي فلسطين. اللهم عليك بأعدائك اليهود. اللهم مزق ملكهم وشتت شملهم يا قوي يا عزيز. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أدخلنا الجنة، اللهم أدخلنا الجنة، اللهم أدخلنا الجنة. وصلى الله وسلم على نبينا محمد.